ഇറാൻ കൈമാറിയ മറുപടി തള്ളിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. പിന്നിട്ട 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു. ഇറാനെതിരെ തുടർ നടപടി സംബന്ധിച്ച ട്രംപ് ഭരണകൂടം കൂടിയാലോചന തുടങ്ങി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ട്രംപ് സംസാരിച്ചു. ആക്രമിച്ചാൽ ശക്തമായി ചെറുക്കുമെന്ന് ഇറാനുമായി ചർച്ച നടത്താനുള്ള ഉത്തരവാദിത്തം തനിക്ക് മാത്രമെന്നും ട്രംപ് പറയുന്നു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു സംഘർഷം ഒഴിഞ്ഞ സാഹചര്യം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പോൾ തകിടം മറയുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകൾ അവിടെ നിന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കയുടെ 14 നിർദ്ദേശങ്ങളിൽ എന്ത് തീരുമാനമാണ് ഇറാൻ എടുത്തത്? ഏതൊക്കെ കാര്യങ്ങളിൽ ഇറാൻ വിയോജിച്ചു? നിലവിൽ ട്രംപിന്റെ പ്രസ്താവനയെ ഇനി ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം എങ്ങോട്ട് പോകുമെന്നുള്ളതിന്റെ സൂചനയായി കാണേണ്ടതുണ്ടോ? ജിൽസി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ ഇറാനും അമേരിക്കക്കും സാധിക്കും. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും അതേ പ്രതീക്ഷ തന്നെയായിരുന്നു പങ്കുവച്ചത്. പക്ഷേ ഇറാൻ തങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന നിലവിലുള്ള ഒരു നയതന്ത്ര തലത്തിലെ മേൽക്കൈ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അകപ്പെട്ടിരിക്കുന്ന ആ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സമസ്യ കുറെ കൂടി രൂക്ഷമാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ചർച്ചയാണെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ അതേസമയം ഈ യുദ്ധവിരാമമാണ് ഏറ്റവും മുൻതൂക്കം നൽകേണ്ട ഒരു ഘടകം. അതിന് ഊന്നൽ നൽകുകയാണെങ്കിൽ, അതായത് നാവിക ഉപരോധം പിൻവലിക്കുകയും അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിൽ നിന്ന് മാറുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ധം നിർത്താൻ തങ്ങൾ ഒരുക്കമാണ്. പക്ഷേ ഘട്ടം ഘട്ടമായിട്ടുള്ള ചർച്ച മാത്രമേ നടക്കുകയുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ആണവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള ചില ഉറപ്പുകൾ തങ്ങൾക്ക് ലഭിക്കണം. ആ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനം ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുകയില്ല എന്ന് അമേരിക്ക ശക്തമായി തന്നെ രേഖാമൂലമുള്ള ഉറപ്പ് നൽകണം എന്നതാണ് അതിൽ പ്രധാനം. ഇതുൾപ്പെടെയുള്ള വളരെ വിശദമായിട്ടുള്ളൊരു മറുപടിയാണ് പാകിസ്ഥാൻ മുഖേന ഇന്നലെ വൈകിട്ട് ഇറാൻ നേതൃത്വം അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഉടൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപിന്റെ പ്രതികരണവും വന്നു. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ കൈമാറിയിരിക്കുന്ന ഈ നിർദ്ദേശം പൂർണ്ണമായിട്ടും അസ്വീകാര്യമാണ് എന്ന് ട്രംപ് പറയുകയും തുടർന്നാണ് അദ്ദേഹം വളരെ വിശദമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ ഉള്ളടക്കം ഇരു രാജ്യങ്ങളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആണവ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ താൻ ഒരുക്കമല്ല. ട്രംപ് ഭരണകൂടം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം അമേരിക്കക്ക് ഇറാൻ കൈമാറണം എന്നതുൾപ്പെടെയുള്ള നിലപാടുമായി തന്നെ താൻ മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അമേരിക്കക്ക് മുമ്പിലുള്ള ചോയ്സ് എന്നത് വളരെ കുറവാണ്. ഒന്നുകിൽ യുദ്ധം പുനരാരംഭിക്കണം, അതല്ല എങ്കിൽ വീണ്ടും ചർച്ചയ്ക്ക് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ശ്രമം തുടരണം. അതിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കും എന്നതാണ് പ്രധാനം. ഇന്ന് വൈകിട്ടാണ് വൈറ്റ് ഹൌസിൽ നിർണായകമായിട്ടുള്ള ചില കൂടിയാലോചനകൾ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ട്രംപ് നടത്തുന്നത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ട്രംപ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. 2 മാസത്തിലധികമായി ഈ ആക്രമണം രൂപപ്പെടുത്തിയ ആഗോള സമ്പദ്ഘടനയിലെ തകർച്ച, മേഖലയിലെ രാജ്യങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണി, ഇതൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആരുടെയും പിന്തുണ ഇപ്പോൾ ട്രംപിന് ലഭ്യമാവുന്നില്ല. ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മാത്രമാണ് ട്രംപിനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവരും എത്രയും പെട്ടെന്നൊരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങുകയായിരിക്കും. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക്, ട്രംപിന്റെ താല്പര്യങ്ങൾക്ക്, റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് ഗുണകരമാവുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാനും കരുക്കൾ നീക്കുന്നത്. കാരണം ചർച്ചയോട് മുഖംതിരിഞ്ഞ് നിൽക്കാതെ തന്നെ തങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടുമായി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനെയി സൈനിക നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ സൈനിക നേതൃത്വത്തോട് മുജ്തബ ഖാംനെയി വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തുനിന്ന് ഏത് ആക്രമണം വന്നാലും ഉടൻ തന്നെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ രാജ്യം ഒരുക്കമാണ് എന്ന ഒരു ഗ്രീൻ സിഗ്നലാണ് ഇപ്പോൾ സൈനിക നേതൃത്വം
നേതൃത്വത്തിന് മുജിത്തബ ഖാംനഈ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുടെ സ്വരമോ ആ അർത്ഥത്തിലുള്ള ഒരു ഏതെങ്കിലും അർത്ഥത്തിലൊരു വിധേയപ്പെടുന്ന രീതിയോ അല്ല ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കും എന്നതാണ് ഇപ്പോൾ ട്രംപ് അകപ്പെട്ടിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം വീണ്ടും സംഘർഷഭരിതമായി അല്ലെങ്കിൽ ആശങ്കാകുലമായി തുടരുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിനിടെ ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നത് എണ്ണവിലയിൽ ഉണ്ടായ വർധനയാണ്. കാരണം ഈ സംഘർഷം അത് വീണ്ടും ഇനി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ചില അനുമാനങ്ങൾ അത് വലിയ രീതിയിൽ ഒരു ലോക സമ്പദ് വ്യവസ്ഥയും എണ്ണ വ്യാപാരത്തെയും ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ പോകുകയാണ് എന്നുകൂടി ഇപ്പോൾ ഉയരുന്ന എണ്ണവില ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. തീർച്ചയായിട്ടും ജിൽസി, കാരണം ഈ ഒരു ഇപ്പം ചർച്ച നടക്കുമെന്നൊരു സാധ്യത രൂപപ്പെട്ടതോടുകൂടി എണ്ണവില $100 ചുവടേക്ക് വന്നിരുന്നു. $96-97 എന്ന അവസ്ഥയിലേക്ക് ഇനിയും എണ്ണവില കുറയുമെന്നൊരു പ്രതീക്ഷ കൂടി രൂപപ്പെട്ടിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് വലിയ തോതിൽ ഒരു സാന്ത്വനം പകർന്ന ഒരു പ്രവണത കൂടിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ട്രംപിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇറാന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി 3 മുതൽ 4% വരെയാണ് ആഗോള വിപണിയിൽ ബാരലിന് എണ്ണവില കൂടിയിരിക്കുന്നത്. ഇപ്പോൾ അത് $105 വരെ എത്തിയിരിക്കുന്നതായിട്ടാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇനിയും അത് ഉയരാനുള്ള വലിയൊരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായും ഇറാനുമായും ഇന്നലെയും മെനയാന്നുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. ഇനിയും ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കരുത്, അത് ഈ മേഖലയ്ക്ക് താങ്ങാനാവില്ല. അതുമാത്രമല്ല, വളരെ വ്യാപ്തിയിലേക്ക് അത് നീങ്ങുന്ന ഒരു സാഹചര്യം വരും. അത് മേഖലയുടെ താല്പര്യങ്ങൾക്ക്, ആഗോള താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചയിലൂടെ തന്നെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സമീപനം വേണമെന്നാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പോലും ഒരുപോലെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെയും നിരാകരിച്ചുകൊണ്ട് ട്രംപ് നെതന്യാഹുവിന് വേണ്ടി ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കായിരിക്കും ട്രംപ് ഭരണകൂടവും അതോടൊപ്പം തന്നെ ലോക സമ്പദ്ഘടനയും മേഖലയുടെ സുരക്ഷയും എത്തിച്ചേരുക. ജിൽസി.